ഹായ് ഗേസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ പച്ചക്കായ വെച്ചിട്ടുള്ള ചിപ്സിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും പച്ചക്കായ വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒന്നാണ് ചിപ്സ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കായയുടെ തൊലി ഒന്ന് പൊളിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ പച്ചക്കായ വേണ്ടത് അതിനനുസരിച്ച് എടുത്തിട്ട് രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കിതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ തൊലിയൊക്കെ പൊളിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 പച്ചക്കായ തൊലിയൊക്കെ പൊളിച്ചിട്ട് ഒരു ബൗളിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചക്കായ മുങ്ങാനുള്ള പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് ഈ ഒരു വെള്ളത്തിൽ തന്നെ ഇത് കിടക്കട്ടെ. അപ്പോൾ ഇതിലുള്ള കായയിൽ ഒരു കറയൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുന്നത്. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് വെള്ളം വേണ്ട, 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് ചിപ്സ് പൊരിച്ചെടുക്കുന്ന സമയത്ത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോഴാണ് ചിപ്സിന് ആ യെല്ലോ കളറും അതുപോലെ ഉപ്പൊക്കെ ചിപ്സിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇപ്പം നമ്മൾ പച്ചക്കായ വെള്ളത്തിലിട്ടിട്ട് 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 15-20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ. ഈ ഒരു വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കഴുകിയെടുക്കുക. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ കിച്ചൺ ടവൽ വെച്ചിട്ടൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ എല്ലാ കായയും ഞാനിവിടെ നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒട്ടും വെള്ളമില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സ്ലൈസറിൽ വെച്ചിട്ടാണ് കേട്ടോ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കനം കുറച്ചാൽ പിന്നെ നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് പൊടിഞ്ഞു പോകും കേട്ടോ. നമ്മളങ്ങനെ എടുക്കുമ്പോഴൊക്കെ പൊട്ടി പോവും. അപ്പോൾ കുറച്ചൊരു കനത്തിൽ, അതായത് എല്ലാ പീസുകളും ഒരേ കനം തന്നെ ആയിരിക്കണം. അപ്പോൾ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ എണ്ണയിലേക്ക് നേരിട്ട് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ എല്ലാം കൂടെ ഒട്ടി പിടിച്ചിട്ട് പിന്നെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും. എണ്ണ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ സ്ലൈസ് ചെയ്തിട്ട് കൊടുത്താൽ മതി. എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊരിഞ്ഞ ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കളറ് മാറിപ്പോവും. അപ്പോൾ നമുക്ക് നല്ല യെല്ലോ കളറിൽ കിട്ടില്ല. പിന്നെ നമ്മളിത് ഇളക്കി കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊരു സൗണ്ടൊക്കെ വരുന്ന സമയത്ത് നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉപ്പും മഞ്ഞളും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അത് 1-1.5 ടീസ്പൂണൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ചിപ്സിലേക്ക് പിടിച്ചോളും. ഇനി നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഇത് കോരിയെടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിപ്സ് ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള കായം കൂടെ നമുക്ക് ഇതുപോലെ തന്നെ എണ്ണയിലേക്ക് സ്ലൈസ് ചെയ്തിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മുഴുവൻ കായയും ഞാനിവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പച്ചക്കായൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചിപ്സൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്